പ്രിയപ്പെട്ടവരെ, ദ ടീച്ചർ ഈസ് വാക്കിംഗ് അവേ. NCERTയുടെ മുൻ ഡയറക്ടർ കൃഷ്ണകുമാർ എഴുതിയ ആ ലേഖനത്തെ മുൻനിർത്തിയുള്ള ഒരു ചർച്ചയാണല്ലോ ഇപ്പം നടക്കുന്നത്. അധ്യാപകർ ജോലി വിട്ടു പോകുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ചില കാര്യങ്ങൾ എൻ്റെ അറിവിലും പരിമിതമായിട്ടുള്ള പരിചയത്തിലുമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഒരു തൊഴിൽ വിട്ട്, ഒരു തൊഴിൽ മേഖല വിട്ട് ആളുകൾ മറ്റ് തൊഴിൽ മേഖലയിലേക്ക് പോവുക? ഒന്ന്, അവിടെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ഘടകം ഇല്ലാതെ വരിക. എന്താണോ അത് ഉദ്ദേശിക്കുന്നത് അത് തിരിച്ചു കിട്ടാതെ വരിക. അപ്പോഴാണ് ആ മേഖല വിട്ട് മറ്റൊന്നിലേക്ക് പോകാം എന്ന് കരുതുന്നത്. താരതമ്യേന നല്ല ശമ്പളമുണ്ടായിട്ടും നല്ല ഇടവേളകളുണ്ടായിട്ടും, എന്ന് പറഞ്ഞാൽ അവധി, മധ്യവേനൽ അവധിയുണ്ട് 2 മാസം, ഓണം വെക്കേഷനുണ്ട്, ക്രിസ്മസ് വെക്കേഷനുണ്ട്, ശനി ഞായർ അവധികളുണ്ട്, മറ്റ് റെഡ് ലെറ്റേഴ്സ് എല്ലാം അവധിയുണ്ട്. പക്ഷേ എന്നിട്ടും ഈ മേഖല വിട്ടു പോകണം എന്ന് അധ്യാപകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ലെങ്കിൽ അതിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മനസ്സിൽ വളരുന്നൊരു തളർച്ച, നിരാശ, ഇതൊക്കെയാണ് അതിന് പ്രധാന കാരണമെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തളർച്ചയും നിരാശയും ഒക്കെ ഉണ്ടാക്കുന്നത് താൻ വർഷങ്ങളായി പഠിപ്പിക്കുന്ന കുട്ടികളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ആ കുട്ടികൾ ഭരിക്കുന്ന ഒരു ലോകത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള നിസ്സഹായതയും കൂടിയാണ്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അധ്യാപനം ഒരു തൊഴിലായി മാറിയ സമയത്ത്, മുൻകാലങ്ങളിൽ അതൊരു തൊഴിൽ മാത്രമായിരുന്നില്ല, അതൊരു ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു പൊസിഷനായിരുന്നു. ഗുരു എന്നുള്ളത് ബഹുമാനിക്കപ്പെടുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇന്നത് പൂർണ്ണമായും ഒരു തൊഴിലായി അത് താഴ്ന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ആദ്യകാലങ്ങളിൽ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമുള്ള കാലത്താണ് ഏറ്റവും നല്ല അധ്യാപനം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തിരിച്ച് എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇന്നത്തെ പോലെ ശമ്പളമില്ല, ഇന്നത്തെ പോലെ ആനുകൂല്യങ്ങളില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് അധ്യാപകൻ റിസോഴ്സ്ഫുൾ ആയിരുന്നു. അതിന് വേറെയും കാരണങ്ങളുണ്ട്. കുട്ടികൾക്ക് അന്വേഷിച്ചു പോകാനുള്ള മറ്റ് റിസോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ ഇല്ല, റേഡിയോ പോലും ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, പത്രങ്ങളില്ലാത്ത കാലത്ത് അറിവിൻ്റെ ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അധ്യാപകനായിരുന്നു. അധ്യാപകൻ എവിടെ നിന്നെങ്കിലും സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകൾ, അനുഭവത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ, അത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചെടുക്കുക എന്നുള്ള രീതിയൊക്കെയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അധ്യാപകന് ലഭിക്കുന്ന ആനുകൂല്യത്തെക്കാൾ, ശമ്പളത്തേക്കാൾ, അല്ലെങ്കിൽ വരുമാനത്തേക്കാൾ അയാൾ ആ തൊഴിലിനോട് കാണിച്ചിട്ടുള്ള ഒരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുവും ആചാര്യനും എന്നുള്ള പദങ്ങളൊക്കെ അവിടെയാണ് പ്രസക്തമാകുന്നത്. ഗുരു ഇരുട്ട് നീക്കുന്ന ആൾ, ഗുശബ്ദം അന്ധകാരവും രൂശബ്ദം തന്നിരോധകം എന്നാണല്ലോ. അപ്പോൾ ഇരുട്ടിനെ നീക്കുന്ന ആളാണ് ഗുരു. ആചാര്യൻ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ആചരിച്ച് കാണിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ക്രമേണ അതെല്ലാം പിന്നെ ഇല്ലാതായി. അതൊരു തൊഴിലായി മാറി.
ശമ്പളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു തൊഴിലായി അത് താഴ്ന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഉള്ള സാങ്കേതികമായ സംസാരം സ്റ്റാഫ് മുറികളിൽ കൂടി വന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ഈ അധ്യാപന മേഖലയിൽ ഒരു ഇപ്പോഴത്തേതിലേക്ക് ഉള്ള ഒരു മാറ്റം ഉണ്ടാക്കിയ ഒന്നാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർദ്ധിച്ച് ഒരു ടെക്നിക്കൽ വേൾഡായിട്ട് മാറിയിട്ടുണ്ട്. അധ്യാപകൻ പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടികളുടെ കണക്കുകൾ സൂക്ഷിക്കേണ്ട, കുട്ടികളുടെ രേഖയിൽ ചേർക്കേണ്ട, ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു സ്രോതസ്സ് കൂടിയായി അധ്യാപകൻ മാറുന്നു. എന്ന് പറഞ്ഞാൽ അധ്യാപകന് പഠിപ്പിക്കാനുള്ള സമയത്തേക്കാൾ ഏറെ മറ്റ് കാര്യങ്ങൾ, ഡാറ്റകൾ ശേഖരിച്ച് വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇപ്പം മുന്നിലിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് അത്രയും റിസോഴ്സ്ഫുള്ളാണ്. കുട്ടിക്ക് അറിവ് നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അറിവുകൾ പരമാവധി നേടിയിരിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മികച്ച അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ അതിൽ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം അധ്യാപകനും ലഭിക്കുന്നത് ഈ പുറത്തു നിന്നുള്ള ഇതേ സോഴ്സ് തന്നെയാണ്. ഇൻ്റർനെറ്റ്, ChatGPT, അതേപോലെ തന്നെ മറ്റ് സോഴ്സുകളൊക്കെ പുറത്തുണ്ട്. കുട്ടികൾക്കും ലഭിക്കും, അധ്യാപകനും ലഭിക്കും. അപ്പം അറിവിൻ്റെ എല്ലാ സ്രോതസ്സും തുല്യമാകുന്ന സമയത്ത് അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു സോഴ്സ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ തൽപരരായി പഠനത്തിലേക്ക് അല്ലെങ്കിൽ അധ്യാപകനിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ളൂ. ഈ റിപ്പോർട്ടുകളും ഫോമുകളും ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ആയിട്ട് അധ്യാപകൻ്റെ നല്ലൊരു സമയം, ക്ലാസ്സിലെ സമയം തന്നെ അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ സെൻസസ് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തിരഞ്ഞെടുപ്പ് സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി, ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കപ്പെടുമ്പോൾ അധ്യാപകനോടൊപ്പം, അതായത് കുട്ടിയോടൊപ്പം നിൽക്കേണ്ട ഒരു സമയം അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, പ്രൂഫുകൾ അയക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം പ്രൂഫുകളാണ്. ജിയോ ടാഗ് ഉള്ള ഫോട്ടോകൾ വെച്ച് അയച്ചു കൊടുക്കുകയാണ് പ്രോഗ്രാമുകൾ. അപ്പോൾ പ്രോഗ്രാമുകൾ നടന്നോ എന്ന് ചോദിച്ചാൽ പ്രോഗ്രാം നടന്നു, അതിൻ്റെ കാര്യക്ഷമത എത്രമാത്രമുണ്ട്, അതെത്ര ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യാതെ ജിയോ ടാഗ് ചേർത്തിട്ടുള്ള ഫോട്ടോകൾ അയച്ചു കൊടുക്കാനുള്ള ഒരു ഉപാധിയായി പ്രോഗ്രാമുകൾ മാറുന്നു. അതിൻ്റെ നിലവാരം എന്ത് എന്നുള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ട് കുട്ടിക്ക് എന്ത് ഗുണം ചെയ്തു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ അതിൻ്റെ ഉപയോഗം കൂടുകയാണ്. ഇപ്പോൾ ക്ലാസ് മുറിയിലാണെങ്കിലും ഡിജിറ്റൽ ബോർഡുകളുണ്ട്, അത്യാധുനികമായ സംവിധാനങ്ങളുള്ള പിന്നെ ഡിജിറ്റൽ ബോർഡുകളുണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ഉപകരണങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ശ്രദ്ധയാണ് കൂടുന്നത്. ഇപ്പോൾ ഒരു ചലച്ചിത്രം പഠിപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഉപാധി ആണ് പഠിപ്പിക്കാനുള്ളതെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് അത് നേരെ കാണിക്കുകയാണ്. ഭൂരിപക്ഷം ക്ലാസ്സുകളിൽ നടക്കുന്നത് അത് പൂർണ്ണസമയവും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ വേണ്ടത് നമുക്ക് പഠിപ്പിക്കാനുള്ള പാഠത്തിൻ്റെ ഒരു ചെറിയ ഒരു ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളത് ചർച്ചയിലൂടെയും ഫലപ്രദമായിട്ടുള്ള പിന്നെ ഉപാധികളിലൂടെ
കുട്ടികളിലേക്ക് ആശയം കൊണ്ടുപോവുകയും കുട്ടികളുമായുള്ള ചർച്ചകളും മറ്റ് തരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റുമൊക്കെ നടത്തി ആ രൂപത്തിൽ കുട്ടികളിലേക്ക് ആ ആശയം കൊണ്ടുവരികയാണ് വേണ്ടത്. പക്ഷേ സംഭവിക്കുന്നത് അതല്ല. അധ്യാപകൻ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം പൂർണ്ണമായും കുട്ടിക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. പക്ഷേ ഈ കാണിക്കുന്ന സമയത്ത് ഇത് മുതിർന്ന ക്ലാസ്സുകളിൽ പോലും നടക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതായത് ഡിഗ്രി തലത്തിൽ അല്ലെ PG തലത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സമയം അധ്യാപകൻ പോലും ഉണ്ടാവില്ല ക്ലാസ്സിൽ. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുന്നു. അവർ കാണുന്നു. പക്ഷേ അവർ മറ്റേതോ ലോകത്ത് അവരുടേതായ ചർച്ചകളിൽ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരിത് കാണുന്നു. ഈ കണ്ട കാര്യത്തെക്കുറിച്ച് എന്താണ് കണ്ടത് എന്ന് പോലും മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനം പോലുമില്ലാതെ വെറുതെ ഇങ്ങനെ സമയം ചെലവിടുക, കുട്ടികളുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതല്ലാതെ ഒന്നും തന്നെ അവിടെ കൃത്യമായി നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ ഒരു പൂർണ്ണമായ നിയന്ത്രണം അല്ലെങ്കിൽ ഒരു കൺട്രോൾ അവിടെ ഇല്ല. സത്യത്തിൽ അതല്ല വേണ്ടത്. നമുക്ക് ഈ ഡിജിറ്റൽ ഉപാധികളൊക്കെ ഉപയോഗിക്കാം. ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം സോഴ്സുകൾ കൊണ്ടുവരാൻ പറ്റുമോ, എന്തെല്ലാം എയ്ഡ്സ് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് നിയന്ത്രിക്കപ്പെടണം, അല്ലെങ്കിൽ അത് നിജപ്പെടുത്തണം. എന്നിട്ട് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ തീം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ അത് പലപ്പോഴും ക്ലാസ് മുറികളിൽ നടക്കുന്നില്ല. അപ്പോൾ സാങ്കേതിക വിദ്യയിലുള്ള അമിതമായ ആശ്രയം നമ്മളെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്നുണ്ട് എന്നുള്ളതിലൊരു സംശയവുമില്ല. ഡിജിറ്റൽ രംഗത്ത് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് സാങ്കേതികത ഇല്ലാതെ വിദ്യാഭ്യാസം നടത്തുക എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ആശയമാണ്. അതൊന്നും നടക്കില്ല. പക്ഷേ നിയന്ത്രണം വേണം. ഓരോ വിഷയത്തിനും അത്യാവശ്യമായി ഉപയോഗിക്കാവുന്ന ഈ ഡിജിറ്റൽ ടൂളുകളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിന് നിയന്ത്രണം വേണം. പിന്നെ മറ്റൊന്ന്, ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ പ്രായവും കുട്ടികളുടെ നിലവാരവും അവിടെയാണ് പ്രധാനം. അതായത് നമുക്ക് UP ക്ലാസ്സിലുള്ള കുട്ടിക്കും ഹൈസ്കൂൾ ക്ലാസ്സിലുള്ള കുട്ടിക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടിക്കും ഒരേ ടൂള് തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ടൈറ്റാനിക് എന്നുള്ള ഒരു ഫിലിമിൻ്റെ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ സെയിം കാര്യങ്ങൾ തന്നെ കൂടുതൽ ഗഹനമായിട്ടുള്ള ചിന്തയ്ക്ക്, കൂടുതൽ ഗഹനമായിട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചയ്ക്ക് ഉപയോഗിക്കാം. ഓരോ ക്ലാസ്സിനനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേ അവിടെയൊക്കെ അധ്യാപകൻ്റെ ഇടപെടലുകൾ വേണം. അതിനെ ആ തലത്തിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള അധ്യാപകൻ്റെ സമർത്ഥമായ ഇടപെടൽ ഉണ്ടാവണം. പക്ഷെ അതെവിടെയാണ്? 50 കുട്ടികളും 60 കുട്ടികളും ഇരിക്കുന്ന ഒരു ക്ലാസ് മുറിയിൽ ഇത്തരത്തിലുള്ള ഫലപ്രദമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യം ഏത് രീതിയിലുള്ളതാണ്? ഇരിക്കുന്ന കുട്ടികളുടെ താല്പര്യം, അവർക്ക് എത്രമാത്രം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെ അതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ അവർക്ക് എത്രയുണ്ട്? പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുമല്ലോ. അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ ആ അറിവിന് മുന്നോടിയായിട്ടുള്ള, അതിന് ബേസായിട്ടുള്ള അവൻ്റെ അറിവുകൾ എത്രയുണ്ട്? ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കയ്യിൽ കിട്ടുന്ന ടൂളുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ എന്താണോ നമ്മളെ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ള ഉന്നതമായിട്ടുള്ള ഒരു സാങ്കേതിക അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗം അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നുണ്ട്. നമ്മൾ പഴയതൊക്കെ ബ്ലാക്ക് ബോർഡ് പഴഞ്ചനായി മാറുന്നു. ബ്ലാക്ക് ബോർഡ് പഴഞ്ചൻ ആശയമാണെന്ന് പറയുന്നു. കാരണം ഡിജിറ്റൽ ബോർഡുകൾ വന്നു. അപ്പം പാവം ബ്ലാക്ക് ബോർഡ് പിന്തള്ളപ്പെട്ടില്ലേ? പക്ഷേ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത് ഒരു പഴഞ്ചൻ ആശയമല്ല. കറുത്ത ബോർഡിൻ്റെ ഉള്ളിൽ അകത്ത്
വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകർഷണം ഇപ്പോൾ കുട്ടിക്കില്ല. അക്ഷരങ്ങളെ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും ചിത്രങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള ഒരു പ്രപഞ്ചം ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന അധ്യാപകരുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. അതായത് ബ്ലാക്ക് ബോർഡുകൾ തിരിച്ചു വന്നാൽ കുട്ടിയിലെ കൗതുകം പഴയ രീതിയിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പക്ഷേ ബ്ലാക്ക് ബോർഡ് ഒരു പഴഞ്ചൻ ആശയമാണ് എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, അക്ഷരങ്ങളോടുള്ള പ്രണയം കുട്ടിക്ക് നഷ്ടപ്പെടുകയും അക്ഷരം എഴുതാൻ പോലും അറിയാത്ത അവസ്ഥ വരികയും ചെയ്തു. പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഇന്ന അക്ഷരത്തിൽ തുടങ്ങണമെന്നില്ല. എല്ലാ അക്ഷരങ്ങളും അധ്യാപകൻ പരിചയപ്പെടുത്തണം, പല ഉപാധികൾ ഉപയോഗിച്ച് പരിചയപ്പെടുത്തണം. അതിൽ ഏത് അക്ഷരത്തോട് അവൻ ആദ്യം പ്രണയം തോന്നുന്നോ ആ അക്ഷരത്തിൽ പഠിച്ചു തുടങ്ങാം. പക്ഷേ എല്ലാ അക്ഷരങ്ങളും പരിചയപ്പെടുത്തണ്ടേ? അവൻ്റെ ഒരു പ്രൈമറി കാലഘട്ടത്തിലെങ്കിലും പൂർണ്ണമായും ഈ അക്ഷരങ്ങളൊക്കെ പരിചയപ്പെടുത്തണ്ടേ? അതിനുപയോഗിക്കാവുന്ന ഒരു നല്ല ഉപാധിയാണ് ബ്ലാക്ക് ബോർഡ്. പക്ഷേ ഡിജിറ്റൽ ബോർഡുകളുടെ വരവോടുകൂടി, കാർട്ടൂണുകളുടെ ഉപയോഗത്തോടുകൂടി അവൻ എന്താണോ ടി വിയിൽ കാണുന്നത്, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നത്, മറ്റുപാധികളിൽ കാണുന്നത്, അത് മുഴുവൻ സ്കൂളിൽ കിട്ടുമ്പോൾ അത് മാത്രമാണ് വിദ്യാഭ്യാസമെന്നും, അല്ലെങ്കിൽ അത്ര ലാഘവത്തോടെ കാണേണ്ടതാണ് വിദ്യ എന്നും ഒരു തോന്നൽ അവനിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മനുഷ്യബന്ധത്തിൻ്റെ കാര്യം, ഞാൻ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എടുത്താണ് പറയുന്നത്. മനുഷ്യബന്ധത്തിൻ്റെ കാര്യം വിദ്യാഭ്യാസത്തിൽ മാഞ്ഞു പോകുന്നു. അതായത് മൂല്യങ്ങളാണ്, മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടുന്നു. മൂല്യങ്ങളൊക്കെ പഴഞ്ചൻ ആശയമാണെന്നുള്ള ഒരു ധാരണ നമ്മളിൽ എങ്ങനെയോ കടന്നു വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അധ്യാപകനെ ബഹുമാനിക്കണം, അധ്യാപകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, മുണ്ട് അഴിച്ചിടണം, അധ്യാപകന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പഴഞ്ചനാശയമാണ് എന്ന് കുട്ടിയിൽ ധാരണ ഉണ്ടാകുന്നു. ഇത് പഴഞ്ചനാശയമാകുന്നത് എങ്ങനെ? ഇതൊന്നും ഈ രൂപത്തിൽ ഇത്ര പഴയ രീതിയിൽ ചെയ്യുന്നില്ല എങ്കിലും ഒരാളെ ബഹുമാനിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു മൂല്യം കുട്ടികൾക്ക് പഠനകാലത്ത് ഉണ്ടാവണ്ടേ? ഡിസിപ്ലിൻ എന്നൊരാശയം തന്നെ എന്താണ്? പണ്ട് വടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡിസിപ്ലിനാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അത് ഒട്ടും ശരിയല്ല, അതിൻ്റെ പക്ഷത്തല്ല ഞാൻ. പക്ഷേ വടി ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഞാൻ നിശബ്ദനായിരിക്കേണ്ട ആവശ്യമുണ്ട് ക്ലാസ്സിൽ. കാരണം ക്ലാസ്സിൽ നടക്കുന്നത് ഉന്നതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. അതിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ, എൻ്റെ സഹപാഠിക്ക് കൂടി അതിൽ ഉൾപ്പെടണമെങ്കിൽ ഞാനും നിശബ്ദനാവണം. നിശബ്ദനാവുന്നതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം നമ്മൾ ഇഷ്യൂ ബേസ്ഡ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ പെഡഗോഗിയൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതായത് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു, എന്തിനേയും വിമർശിക്കാനുള്ള ഒരു ചോദിക്കാനുള്ള ഒരു അത് ക്ലാസ്സിൽ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് വേണം? ഞാൻ നിശബ്ദനായെങ്കിലേ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കണമെങ്കിൽ, ഒരു ഡിബേറ്റ് നടക്കണമെങ്കിൽ, ഒരു സിമ്പോസിയമോ സെമിനാറോ ഒക്കെ നടക്കണമെങ്കിൽ ഞാൻ നിശബ്ദനാവണം. പക്ഷേ ഇന്ന് ഞാൻ കാണുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കാണുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും ക്ലാസ് മുറികൾ വെറും ബഹളമയങ്ങളായി മാറുന്നു. അവിടെ സിമ്പോസിയമോ സെമിനാറോ ഡിബേറ്റോ അസൈൻമെൻറ്റോ ഒക്കെ നടക്കുന്നുണ്ടോ, പക്ഷേ അത് എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ബഹളമയമായ അന്തരീക്ഷങ്ങൾ ആണ് ഉള്ളത്. അതിൽ നിന്ന് അവനൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇതിലുണ്ട്. മനുഷ്യബന്ധം മാഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഹ്യൂമൻ വാല്യൂസ് അവിടെ നഷ്ടപ്പെടുന്നു. അതേപോലെ അധ്യാപകനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അയാൾക്കും വികാരമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. അയാളും ചിലപ്പോൾ ക്ഷോഭിക്കും, അയാൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ടുപോയേക്കാം, അയാളിലും ഇത്തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചേക്കാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത്.
കുട്ടികളിൽ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർ അധ്യാപകരെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്നില്ല. കാരണം അധ്യാപകൻ എപ്പോഴും അവരുടെ ഒരു അവർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനവും അത്തരത്തിലാണ്. അപ്പം ഒരിക്കലും ഒരു ഫെലോ ട്രാവലറായിട്ട് അധ്യാപകനെ കാണാൻ കഴിയില്ല. അപ്പോൾ ആരാണ് അധ്യാപകൻ? ഇപ്പോൾ പറയാറ് ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് എന്നൊക്കെയുള്ള പഴയ കോൺസെപ്റ്റൊക്കെ മാറി ഒരു ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ പിന്നെ സ്കഫോൾഡറോ എന്നൊക്കെയുള്ള രൂപത്തിൽ നിന്നൊക്കെ ഇങ്ങ് വന്ന് ഇപ്പോൾ എല്ലാം ക്ലാസ് മുറിയിലുണ്ട്, അവൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ പോലും ആവശ്യമില്ല, അധ്യാപകൻ പോലും ആവശ്യമില്ല. ടെക്നോളജിയിലൂടെ പഠിപ്പിക്കാൻ കഴിയും, ടീച്ചർ വേണ്ട എന്നൊക്കെയുള്ള കാലത്ത് വരുന്ന സമയത്ത് ഒരു അധികപ്പറ്റായിട്ട് അവന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളതിൻ്റെ ആഴം വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. അവിടെയാണ് ഈവൻറ്റ് മാനേജർമാരായി അധ്യാപകർ മാറുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുക, അത് മാത്രം മതി എന്നുള്ളൊരു ധാരണ. പിന്നെ ദിനാചരണങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിനും ഒരുപാട് സമയം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കുട്ടിക്ക് അത്ര ആഴത്തിലുള്ള അറിവുകളെയും എല്ലാത്തിലും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസ് ക്ലാസ്സുകളിലൊക്കെ എല്ലാ ദിനങ്ങളും ആചരിക്കുന്നുണ്ട്. പക്ഷേ ആ ദിനങ്ങൾ എത്ര പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഗ്രാമീണ അധ്യാപകരുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിലൊക്കെ നമ്മളെ സ്കൂളുകളൊക്കെ വളർന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ എല്ലായിടത്തും ഈ സംവിധാനങ്ങളില്ല. വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവാം, വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ധാരാളമുണ്ട്. പലപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടായിരിക്കും ഉണ്ടാക്കിയത്. അത് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നം വന്ന് കമ്പ്യൂട്ടർ കേടായി ഇതൊക്കെ പ്രവർത്തിക്കാതെ പോകുന്നു. മറ്റ് ചില സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസൊക്കെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഡിവൈഡറുകൾ, അതായത് ചുമരുകൾ പോലും ഇല്ലാത്ത ക്ലാസ് മുറികൾ ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ 50-60 കുട്ടികൾ തിങ്ങി ഞെരുങ്ങി ഈ ചെറിയ ഡിവൈഡറുകൾക്കുള്ളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ വലിയ ഒരു ഹാളിൽ തന്നെ 4, 5, 6 ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ 1-2 അധ്യാപകർ ക്ലാസ്സിൽ ഉണ്ടാവാത്ത അവസ്ഥകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ബഹളം മാത്രമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അവിടെ ഒരു പഠന പ്രക്രിയ അവിടെ നടക്കുന്നില്ല എന്നുള്ളത് അതും ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് മാത്രം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമെന്നുള്ള കരുതലും തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സമർത്ഥമായി ഇതൊക്കെ പ്രയോഗിക്കാൻ കഴിവുള്ള അധ്യാപകരാണ് വേണ്ടത്. അത് ബിഹേവിയറിസം ആണോ കൺസ്ട്രക്റ്റിവിസം ആണോ, ഏത് പാരഡിം യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് ബിഹേവിയറിസത്തിലായിരുന്നെങ്കിലും കൺസ്ട്രക്റ്റിവിസത്തിലാണെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള അധ്യാപകർ കുട്ടികളിൽ ഒരു നല്ല ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിലൊരു സംശയമില്ല. അധ്യാപകനെ മാറ്റി നിർത്തിയുള്ള ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം അധ്യാപകൻ ക്ലാസ് മുറിയിൽ കൊടുക്കുന്നത് അറിവല്ല. അറിവാണെങ്കിൽ ഐൻസ്റ്റീനേക്കാളും കഴിവ് കുറഞ്ഞ ആയിരിക്കും ഐൻസ്റ്റീൻ്റെ അധ്യാപകൻ. ഐൻസ്റ്റീൻ്റെ അത്രയും ബുദ്ധി ചിലപ്പോൾ അധ്യാപകൻ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഐൻസ്റ്റീനെ സമർത്ഥമായി പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഐൻസ്റ്റീൻ തന്നെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അധ്യാപകൻ പഠിപ്പിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, മറ്റ് ഹൃദയം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥ അധ്യാപനം നടക്കുന്നത് ഹൃദയം കൊണ്ടാണ്, ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ്റെ സ്വാധീനം അത്ര വലുതാണ്. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പല അധ്യാപകരെയും ഓർത്തു കഴിഞ്ഞാൽ അത് നമ്മളിലുണ്ടാക്കുന്ന, ഇപ്പോഴും നമുക്കുണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എത്ര വലുതാണെന്നുള്ളത് ഓർത്തു നോക്കുക. പിന്നെ മിഡ് ഡേ മീൽ സ്കോളർഷിപ്പ്, യൂണിഫോം, സൈക്കിൾ, സർക്കാർ റിപ്പോർട്ടുകൾ, ഇതൊക്കെ അധ്യാപനത്തിൻ്റെ സമയം വല്ലാതെ കൊല്ലുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ മാനസിക സമ്മർദ്ദം,
മാനസിക സമ്മർദ്ദത്തിൽ നമുക്കറിയാലോ, സമൂഹത്തിലുള്ളതിന് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണല്ലോ സ്കൂൾ. സ്കൂൾ ഈസ് എ മിനിയേച്ചർ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അപ്പം സമൂഹത്തിൽ എന്തൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ നടക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്കൂളിലുണ്ടാവും. തൊട്ടതിനും ഒക്കെ നമ്മൾ പരാതി ആയിട്ട് പോകുമ്പോൾ, ഒന്ന് അടിച്ചാൽ അത് പീഡനമാവുമ്പോൾ, ഒന്ന് ശകാരിച്ചാൽ മാനസിക പീഡനമാവുമ്പോൾ അധ്യാപകന് എങ്ങനെയാണ് പഠിപ്പിക്കാൻ കഴിയുക? തെറ്റാണ് എന്ന് പറയാത്ത ഒരു ലോകത്ത് ആ തെറ്റുകളെ എങ്ങനെ മറ്റാര് ചൂണ്ടിക്കാണിക്കും? അപ്പം അധ്യാപകൻ സമൂഹത്തിൽ കാണിക്കുന്നില്ലേ, മറ്റാര് അത് കാണിക്കും? പുതിയ പാഠ്യപദ്ധതിയിൽ തെറ്റ് എന്നുള്ളത് ഇത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പകരം റിഫൈൻമെൻറ്റ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് ഇങ്ങനെയും എഴുതാം, ഇതിനേക്കാൾ മെച്ചപ്പെടുത്തി ഇങ്ങനെയും എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ റിഫൈൻമെൻറ്റാണ്, തെറ്റില്ല. പക്ഷെ തെറ്റ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിൽ, ഒരു സമൂഹത്തിൽ സത്യത്തിൽ ഇത്രയും കാലം അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകർ കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ ആർക്ക് കാണിക്കാൻ കഴിയും? കുട്ടികൾ അധ്യാപനം, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്നത് കുട്ടികൾ പൂർണ്ണ സ്വാതന്ത്ര്യം കയ്യിലെടുക്കുകയും കുട്ടികളിൽ മാത്രം അവകാശങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല. അത് നമ്മളിൽ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ്. ശിശു വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായിരിക്കണം. ഒരു പാസീവ് ലിസണർ ആയിട്ട് മാറരുത്. പകരം അവൻ കൂടി ഇടപെടുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. ഇതാണ് സത്യത്തിൽ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവനിൽ മാത്രം ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വലിയ അപകടം തന്നെയായിരിക്കും. വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം പറയാത്തതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോഴും ക്ലാസ് മുറികളിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരിക. അവിടെ നടക്കുന്ന ക്ലാസ്സുകളൊന്നും ഇപ്പോഴും ക്രിയേറ്റീവല്ല. പീരീഡുകളുടെ വിന്യാസം, അവസാനത്തെ പീരീഡ് പോലും മാത്സ്, അടുപ്പിച്ചിട്ടുള്ള പീരീഡുകൾ, ഇടവേളകളില്ല. ഹയർ സെക്കൻഡറിയിലൊക്കെ വരുന്ന സമയത്ത് ഇടവേളകളില്ല. കാരണം സിലബസ് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുന്ന സിലബസ് അല്ല. അപ്പോൾ ആ സിലബസ് പഠിപ്പിക്കാനുള്ള ഓട്ടം മാത്രമാകുന്നു ക്ലാസ്സുകൾ. അതുതന്നെ ഒരു ദിവസത്തെ 7 പീരീഡോ 8 പീരീഡോ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെയാണ്, ഏത് സൈക്കോളജി വെച്ചിട്ടാണ് ഒരു കുട്ടിക്ക് ഇത്രയും സമയം ഇരിക്കാൻ പറ്റുക? ഇരിക്കാൻ പറ്റും. പീരീഡുകൾ ഇടയ്ക്ക് അവനുകൂടി താല്പര്യമുണ്ടാക്കുന്ന മറ്റു പീരീഡുകളും കൂടി ചേർത്തുകൊണ്ട് അവന് കായിക വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ മാനസിക ഉല്ലാസം നൽകുന്ന മറ്റ് പീരീഡുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ പറ്റും. അല്ലാതെ അടുപ്പിച്ചിട്ടുള്ള ഈ ക്ലാസ്സുകൾ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം, എങ്ങനെയാണ് ഇത്രയും സമയം ആളുകളെ വെറും മനുഷ്യരാണല്ലോ, എങ്ങനെയാണ് ഇവർ ഇത്രയും നേരം ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുക? അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ചട്ടക്കൂടിൻ്റെ പുറത്തേക്ക് കടക്കാൻ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ എത്രയോ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. പിന്നെ വിഷയങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പല വിഷയങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തിന് പഠിപ്പിക്കുന്നു എന്ന് പോലും അറിയാത്ത വിഷയങ്ങൾ, എന്തിനാണത് പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്.
അത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴാണ് അത് മനസ്സിലാവുക. പല സബ്ജക്റ്റുകളും അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ, എന്താണ് അതിൽ പഠിക്കുന്നത്, അതെന്തിനാണ് എന്ന് പോലും കുട്ടിക്കോ അധ്യാപകനോ അറിയാതെയാണ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്, വിദ്യാഭ്യാസം എന്നത് കുട്ടിയിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒന്നായിരിക്കണം. വിദ്യാഭ്യാസത്തിലൂടെ അവന് ഒരു സന്തോഷമാണ് ലഭിക്കേണ്ടത്, മാനസിക ഉല്ലാസമാണ് ലഭിക്കേണ്ടത്, സാറ്റിസ്ഫാക്ഷനും കോൺഫിഡൻസുമാണ് ലഭിക്കേണ്ടത്. ആ കോൺഫിഡൻസ് ലഭിക്കുന്നതിന് പകരം അവൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? പരീക്ഷ തോറ്റതുകൊണ്ട് എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഉന്നത വിദ്യാഭ്യാസം നേടി എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ നിന്നും അവൻ നേടിയിട്ടുള്ളത് എന്താണ്? അറിവുകൾ കുത്തി നിറയ്ക്കുന്നതാണോ വിദ്യാഭ്യാസം? പിന്നെ വേറെ പൊതുവായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നെറ്റ്, സെറ്റ്, ടെറ്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചാണ്. നമ്മൾ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അധ്യാപകർ ക്വാളിഫൈഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ നെറ്റ്, സെറ്റ്, ടെറ്റ് മാത്രമാണോ? ഇതൊക്കെ നേടിയ അധ്യാപകൻ എല്ലാ അറിവുമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. നെറ്റ് നേടിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാം, എക്സ്പീരിയൻസ് വേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ TTC വേണം, B.Ed വേണം. പക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പം എന്താ ഉള്ളത്? പോസ്റ്റ് ഗ്രാജുവേഷനും നെറ്റ് അല്ലെങ്കിൽ PhD മാത്രം മതി. അപ്പോൾ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പാഠങ്ങൾ എവിടെ പഠിക്കുന്നു? ഇതൊന്നും പഠിക്കാതെയാണ് അധ്യാപകരാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഉണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളുമാണ്. അത് എത്രമാത്രം ഒരാളുടെ അറിവ് പരിശോധിക്കുന്നുണ്ടാവാം. പക്ഷേ അറിവിനപ്പുറം അധ്യാപകന് വേണ്ട ഒരു എഫക്റ്റീവ് ഡൊമൈൻ എത്രമാത്രം ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിനും കാര്യമായ ഒരു പങ്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല.